തൃത്താലയിൽ കോൺഗ്രസിൽ പോര്. VT ബൽറാമിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേക ഗ്രൂപ്പ് യോഗം ചേർന്നു. ബൽറാം പാർട്ടി പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാതെ ഏകാധിപത്യ രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്നാണ് വിമർശനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബൽറാമിന്റെ തോൽവിക്ക് വഴിവെച്ചതും ഈ കോൺഗ്രസിനകത്തെ അതേ തമ്മിലടിയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസിനകത്ത് തമ്മിലടിയും ആരംഭിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള VT ബൽറാമിനെതിരെയാണ് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. VT ബൽറാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുവെന്നാണ് ആരോപണം. തൃത്താലയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ബൽറാമിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രത്യേക ഗ്രൂപ്പ് യോഗം ചേർന്നു. K കരുണാകരൻ ഫൗണ്ടേഷന്റെ പേരിലാണ് പുതിയ ഗ്രൂപ്പ് രൂപീകരണം നടന്നത്. DCC ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ 30-ലധികം നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. KPCC മുൻ നിർവാഹക സമിതി അംഗം CT സീതാദേവിയുടെ അധ്യക്ഷതയിൽ DCC വൈസ് പ്രസിഡന്റ് CH ഷൗക്കത്ത് അലി യോഗം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാത്ത ബൽറാമിന്റെ ഏകാധിപത്യ രീതി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഗ്രൂപ്പ് യോഗത്തിൽ വിമർശനമുയർന്നു. തൃത്താലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച VT ബൽറാമിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസിലെ തർക്കം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃത്താലയിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കമായിരുന്നു ബൽറാമിന്റെ തോൽവിക്ക് വഴിയൊരുക്കിയത്. 3016 വോട്ടിനാണ് ബൽറാം കഴിഞ്ഞ തവണ തോറ്റത്. ജനം, പാലക്കാട്.